ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബാങ്കിങ് ലോ LLB സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ബാങ്കിങ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 10th or 9th സെമസ്റ്ററിൽ ഓപ്ഷനിലായതുകൊണ്ട് അങ്ങനെ വരാം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബാങ്കിങ് ലോയിൽ ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെൻഡിങ് ബൈ ബാങ്ക്സ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ലെൻഡിങ്. സോ വി ക്യാൻ ഗോ ടു ദ ടോപ്പിക്. സോ ഒരു ഗുഡ് ലെൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രിൻസിപ്പിളുകൾ അല്ലെങ്കിൽ ബാങ്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനകത്ത് ഒരു 8-10 പോയിൻറ്റ്സ് വരുന്നുണ്ട്. അത് നമുക്ക് കുറേയൊക്കെ നമ്മളുടെ തന്നെ മൈൻഡിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ്, വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് പറയുന്നതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ ഐം ഗോയിങ് എക്സ്പ്ലെയിൻ വാട്ട് ഡു യു മീൻ ബൈ എന്താണ് ലെൻഡിങ് ബൈ ബാങ്ക്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റിയൽ മീനിങ് ഓഫ് ലെൻഡിങ് എന്നുള്ളതാണ്. ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കൊടുക്കുക എന്നുള്ളതാണ് മലയാളത്തിലൊരു മീനിങ്. അപ്പോൾ ലെൻഡിങ് ബൈ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാങ്കുകൾ ലെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലെൻഡിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയൊരു ബിസിനസ്സിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ബാങ്കിൻ്റെ ഫണ്ട് എന്ന് പറയുന്നതിൻ്റെ മേജർ പോർഷൻ അവർക്ക് കിട്ടുന്നത് ഈ ലെൻഡിങ് വഴിയാണ്. അതേപോലെ തന്നെ ഈ ഒരു ലെൻഡിങ് നടത്തുന്ന ലെൻഡിങ് ബാങ്കർ ഉണ്ട്, അദ്ദേഹം എന്ന് പറയുന്നത് ഫണ്ട്, അതായത് ട്രേഡിന് വേണ്ടിയിട്ട്, കൊമേഴ്സിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കൊക്കെ വേണ്ടിയിട്ട് ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാങ്കിൻ്റെ മണി എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ. അതാണ് ലെൻഡിങ്. സാധാരണഗതിയിൽ നമ്മൾ മലയാളത്തിൽ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യക്തികളുണ്ടായിരിക്കും, അവർക്ക് ആവശ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവർ ബാങ്കിൽ വരുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യാണ്? അവർക്ക് പൈസ, അതിനാവശ്യമായിട്ടുള്ള പൈസ കൊടുക്കുകയാണ്. അതാണ് കടം കൊടുക്കുകയാണ്, അതാണ് കടത്തിനാണ് കൊടുക്കുന്നതാണ് ലെൻഡിങ് എന്ന് പറയുന്നത്. അത് വെറുതെ സൗജന്യമായിട്ടൊരു ബാങ്ക് കൊടുക്കില്ല എന്ന് മാത്രം, അതൊരു ഇൻട്രസ്റ്റ് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ലെൻഡിങ് ബൈ ബാങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമ്മൾ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഓർ സൗണ്ട് ലെൻഡിങ്, അതായത് ഒരു നല്ല ലെൻഡിങ്ങിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അവിടെ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ പോയിൻറ്റ്സ് ആയിട്ട് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം ഈ നമ്മൾ പറഞ്ഞല്ലോ, ലെൻഡിങ് എന്ന് പറയുന്നത് ഒരു ബാങ്കിൻ്റെ ഒരു പ്രൈമറി ഫങ്ഷനാണ്. ബേസിക്കലി ബാങ്കുകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളിൽ നിന്ന് അവരുടെ ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യും. ആ പൈസയിൽ നിന്നാണ് ലോണായിട്ടോ അല്ലെങ്കിൽ അഡ്വാൻസുകളായിട്ടോ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടോ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടോ മറ്റുള്ള വ്യക്തികൾക്ക് അവർ പണം ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത്, അതിൽ നിന്ന് അവരൊരു ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യും. ആ ഇൻട്രസ്റ്റിൽ നിന്നാണ് ഈ ഒരു ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ്. പിന്നെ ആ ഒരു ബാങ്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി ഓഫർ ചെയ്യും. അത് ലോണായിട്ടോ ക്രെഡിറ്റ് വർത്തിയോ അല്ലെങ്കിൽ എല്ലാം നോക്കിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യല്ലോ. പിന്നെ നമ്മൾ പറയുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയാണ് നമ്മൾ ഓരോ പ്രിൻസിപ്പിൾസായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലിക്വിഡ് മണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ലിക്വിഡ് മണി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ആയിട്ട് തന്നെ അല്ലേ. അതാണ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും കടം കൊടുക്കുന്നത് ഒരു ഷോർട്ട് ടേം ഓഫ് പീരീഡിലായിരിക്കും. ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ടാണ് കൊടുക്കുള്ളൂ. ഒരു ലോങ് ടൈമിലേക്ക് ഒരിക്കലും ബാങ്ക് കടം കൊടുക്കില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേര് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ നിന്ന് എടുത്തിട്ടാണ് ബാങ്ക് മറ്റുള്ള വ്യക്തികൾക്ക് ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാങ്കിനൊരു പരിധിയുണ്ട്. കാരണം തിരിച്ച് ഈ ഡെപ്പോസിറ്റർ വന്നിട്ട് ക്യാഷ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിമറി ചെയ്യാൻ നിൽക്കരുതല്ലോ. അപ്പോൾ ആ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടേം ഓഫ് പീരീഡിലേക്ക് മാത്രമാണ് ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് പോസിബിൾ ആക്കുകയുള്ളൂ ബാങ്ക് എന്ന് പറയുന്നുണ്ട്. കാരണം എപ്പോഴും പബ്ലിക് മണിയാണ് അവിടെ വരുന്നത്. പിന്നെ പറയണത് എന്താ വെച്ചാൽ, ഒരു സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരിക്കും. ഒരു സെക്യൂരിറ്റീൻ്റെ ബേസിസിൽ മാത്രമാണ്. കാരണം ഒരു അർജൻറ്റ് റിക്വയർമെൻറ്റ് വരികയാണ് ബാങ്കിന് എന്നുണ്ടെങ്കിൽ, ബാങ്കിന് വേണമെങ്കിൽ ഒരു സെയിലബിൾ ആയിട്ടുള്ള ഈസി സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ അല്ലേ കാര്യമുള്ളൂ. അപ്പോൾ അതും ബാങ്കുകാർ ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ടും ലിക്വിഡിറ്റിക്കകത്ത് പറയുന്നത്. പിന്നെ ലിക്വിഡ് ടേംസിലായിരിക്കും കാര്യങ്ങൾ നടത്തുന്നത്, ഇടപാടുകൾ. ഇനി പറയുന്നത് സേഫ്റ്റി. രണ്ടാമത് ബാങ്കുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ് സേഫ്റ്റി അവിടെ ഉണ്ടോ എന്നുള്ളത്. അതായത്
മെയിൻലി ഈ ബാങ്കുകാർ നമ്മൾ ഈ പറഞ്ഞ ലെൻഡിങ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേം ഓഫ് പീരീഡിലേക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം തന്നെ സേഫ്റ്റി നോക്കിയിട്ടാണ്. പിന്നെ അതിൽ പറയുന്ന വേറൊരു കാര്യം, ബാങ്കിൽ വരുന്ന സമയത്ത് ഡിഗ്രി ഓഫ് റിസ്ക് എന്ന് പറയുന്നത് വാരി ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഏതാണോ അവർ വയ്ക്കുന്നത് അതിനനുസരിച്ച് റിസ്ക് ഫാക്ടർ മാറിക്കൊണ്ടിരിക്കും. നേച്ചർ ഓഫ് സെക്യൂരിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ വൈൽ ഗിവിങ് എ ലോൺ. ഒരു ലോൺ കൊടുക്കുന്ന സമയത്ത് ആ ഒരു സെക്യൂരിറ്റി എന്താണ് ഇയാൾ തരുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ടെക്നിക്കൽ ഫീസിബിലിറ്റിയും കൂടെ നമ്മൾ അതിനകത്ത് നോക്കും. അത് മാത്രമല്ല, ആ ഒരു ലെൻഡ് കൊടുക്കുന്ന മണി ഉണ്ടല്ലോ, അത് ആ പൈസ കൊടുക്കുന്നത് ആർക്കാണോ ആ വ്യക്തിക്ക് ഫീസിബിൾ ആണോ, ഐ മീൻ ആ വ്യക്തിക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതും കൂടി അതിനകത്ത് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റിയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡൈവേഴ്സിറ്റിയാണ്. ഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഡൈവേഴ്സിറ്റി ഫോളോ ചെയ്യണം. അതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സർപ്ലസ് എമൗണ്ട് ഓഫ് ഫണ്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ബാങ്ക് ഒരിക്കലും ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയിൽ മാത്രം ഒതുങ്ങാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റിയിൽ സർപ്ലസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഡൈവേഴ്സിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെബിലിറ്റി ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സ്റ്റെബിലിറ്റി ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോർ ഓർ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ളതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാങ്ക് കനോട്ട് അഫോർഡ് ടു ഇൻവെസ്റ്റ് ഇറ്റ്സ് ഫണ്ട്സ് ഇൻ സെക്യൂരിറ്റീസ് ദ പ്രൈസസ് ഓഫ് വിച്ച് ആർ സബ്ജക്ട് ടു ഫ്രീക്വൻറ്റ് ഫ്ലക്ച്വേഷൻസ്. എപ്പോഴും ഫ്ലക്ച്വേഷൻസ് വരുന്ന സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന് പണി കിട്ടും. സോ ഒരു സ്റ്റേബിളായിട്ട് പോകുന്നതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആരെ ശ്രദ്ധിക്കണം, ബാങ്ക് ശ്രദ്ധിക്കണം. ഇനി പറയുന്നതാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേസിക്കലി ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഹണ്ടിങ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എപ്പോഴും പ്രോഫിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു കാര്യം. സോ കാരണം അവർ ഇപ്പോൾ ബാങ്കിലെ സ്റ്റാഫിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുക, അങ്ങനെ കുറേ ഷെയർ ഹോൾഡേഴ്സിന് മീറ്റ് ചെയ്യുക, അവരുടെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യുക, അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അസറ്റുകളിലേക്ക് എന്താ പറയുക നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് കൂടുതലും പ്രോഫിറ്റ് ഈൽഡിങ് ആയിട്ടുള്ള അസറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളാണ് പ്രോഫിറ്റബിലിറ്റിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് സെയിലബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചില വ്യക്തികൾ ഇവിടെ ഒരു സെക്യൂരിറ്റി വെക്കുന്ന സമയത്ത് ബാങ്ക് ഈസിലി സെയിലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ആണോ എന്ന് നോക്കാൻ പറ്റണം. കാരണം പെട്ടെന്ന് ഈ ഡെപ്പോസിറ്റർ വന്നിട്ട് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കയ്യിൽ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ആ സമയത്ത് ബാങ്കർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഓൾറെഡി നമ്മൾ ലെൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മണി, അദ്ദേഹം ഒരു സെക്യൂരിറ്റി തന്നിട്ടുണ്ടാവും, ആ സെക്യൂരിറ്റി സെയിലബിൾ ആയിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ സെയിലബിലിറ്റി നോക്കിയിട്ട് വേണം ബാങ്കർ അല്ല ഈ ഒരു ലെൻഡിങ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതാണ് അടുത്ത പ്രിൻസിപ്പിൾ. പിന്നെ മാർജിൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് 5 ലാക്കാണ് നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അയാളുടെ കയ്യിൽ നിന്ന് 5 ലാക്കിനോട് ഈക്വലായി നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി വേണം ഇവിടെ വയ്ക്കാനായിട്ട് കൺസിഡറേഷന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലാക്കിന് വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ബാങ്കർക്ക് അത് നഷ്ടം പോലെയാണ് ബാങ്കിന് വരിക. സോ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. മാർജിൻ മണി, അതായത് രണ്ടും ഈക്വലായി നിൽക്കുന്ന, ഈക്വാലിറ്റി ഐ മീൻ കൊടുക്കുന്ന എമൗണ്ടിനോട് തുല്യത വരുത്തുന്ന രീതിയിലുള്ളൊരു സെക്യൂരിറ്റി ആയിരിക്കണം വാങ്ങേണ്ടത്. അതും ശ്രദ്ധിക്കണം. പിന്നെ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പേർപ്പസ്, അതായത് എന്ത് പേർപ്പസിനാണ് ഇദ്ദേഹം ഈ ഒരു മണി ലെൻഡ് ചെയ്യുന്നത്, ലൈക്ക് മണി കൊടുക്കുന്നത് എന്താണെന്നുള്ളത് വേണം. പ്രൊഡക്റ്റീവ് പർപ്പസിനാണെന്നുണ്ടെങ്കിലാണ് കൊടുക്കാൻ ബാങ്ക് സന്നദ്ധരാവേണ്ടത്. കാരണം പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പേർപ്പസിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യാണ്, പെട്ടെന്ന് ഈൽഡ് കിട്ടും, പെട്ടെന്ന് ബാങ്കിന് തിരിച്ച് അടയ്ക്കും. സോ പ്രൊഡക്റ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ബാങ്ക് മണി ലെൻഡ് ചെയ്യാൻ കൂടുതലും കോൺസെൻട്രേഷൻ കൊടുക്കണം. പിന്നെ അടുത്ത പറയുന്നതാണ് സെക്യൂർഡ് അഡ്വാൻസ്. ഈ സെക്യൂർഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് മെയ്ഡ് ഓൺ ദി സെക്യൂരിറ്റിനെ മേലെ ഉള്ള അഡ്വാൻസുകൾ, അതാണ് സെക്യൂർഡ് അഡ്വാൻസ്. അത് ഇപ്പോൾ സെക്യൂർഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ അൺസെക്യൂർഡ് എന്ന് പറയും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അതർ പ്രിൻസിപ്പിൾസിൽ വരുന്ന ആദ്യത്തെയാണ് പേർപ്പസ്. അതിനകത്ത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം സാധനം തന്നെയാണ്, പ്രിൻസിപ്പിൾ ഓഫ് പേർപ്പസ് പറഞ്ഞില്ല, അത് തന്നെയാണ് പ്രൊഡക്റ്റീവ് പ്രോസസ്സിനാണോ എന്ന് അത് നോക്കിയിട്ടുള്ളത്. പിന്നെ ടേം ഓഫ് ലോൺ, അതായത് ലോൺ കൊടുക്കുന്നത് നമ്മളെപ്പോഴും പറഞ്ഞില്ല ഒരു ഷോർട്ട് ടേമിലേക്ക് ആയിരിക്കണം. അതാണ് ബാങ്കിന് എപ്പോഴും നല്ലത്, റീപേയ്മെൻറ്റിന് ആയാലും അയാൾക്കും നല്ലത് അതാണ് എല്ലാത്തും കൊണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കും. പബ്ലിക് ഇൻട്രസ്റ്റ്, അതായത് ബാങ്കർ എന്ന് പറയുന്നത് ഷുഡ്
should grant advances to those industries which require development in countries planning program. ഒരു നല്ല ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള പേർപ്പസുകൾക്കാണെന്നുണ്ടെങ്കിൽ കൂടുതലും ലോൺസ് ഗ്രാൻഡ് ചെയ്യുക അല്ലെങ്കിൽ മണി ലെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇൻകം ജനറേറ്റിംഗ് പൊട്ടൻഷ്യാലിറ്റി ഓഫ് ദ പ്രോജക്റ്റ്, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻകം ജനറേറ്റിംഗ് പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മണി റീപേ ചെയ്യും അല്ലേ, ലോൺ ആയാലും റീപേ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പേർപ്പസുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. സോ ആസ് എ ഹോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ലെൻഡിങ് ബൈ ബാങ്ക്സ് എന്നുള്ളതും ഒരു സൗണ്ട് ലെൻഡിങ് അല്ലെങ്കിൽ ഒരു ഗുഡ് ലെൻഡിങ്ങിന് വേണ്ട പ്രിൻസിപ്പിൾസാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഞാൻ പേരുകളൊന്ന് പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ദാറ്റ് ഇസ് ലിക്വിഡിറ്റി, ഒക്കെ ഇറ്റി എന്ന് ആലോചിക്കുക, കുറേ അങ്ങനെയാണ്. ലിക്വിഡിറ്റി, സേഫ്റ്റി, പ്രോഫിറ്റബിലിറ്റി, ഡൈവേഴ്സിറ്റി, സ്റ്റെബിലിറ്റി, സെയിലബിലിറ്റി, പിന്നെ മറ്റു പോയിന്റുകൾ, അതായത് മാർജിൻ മണി, പ്രിൻസിപ്പിൾ ഓഫ് പ്രൊഡക്റ്റ് എന്താണ് പേർപ്പസ്, പിന്നെ സെക്യൂർഡ് അഡ്വാൻസസ്, പിന്നെ അതർ പ്രിൻസിപ്പിളിൽ പേർപ്പസ്, ടേം ഓഫ് ലോൺ, പബ്ലിക് ഇൻട്രസ്റ്റ്, പിന്നെ ഇൻകം ജനറേറ്റിംഗ് പൊട്ടൻഷ്യാലിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്തത്. ഇനി ബാങ്കിങ്ങിലോ അതേപോലെ തന്നെ കോമ്പറ്റീഷൻ, കോർപ്പറേറ്റ് ഫിനാൻസ്, ഇൻഡയറക്റ്റ് ടാക്സേഷൻ എല്ലാം ബന്ധപ്പെടുത്തി, ഇൻഷുറൻസ് ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സും എന്തെങ്കിലും ഈ ഒരു വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു.